കർത്താവിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിനത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ അഭിഷിക്ത കർത്തൃദാസനോടും കുടുംബത്തോടും ദൈവസഭയോടും ദൈവജനത്തോടും ഒപ്പമായിരിക്കാൻ സ്വർഗമൊരുക്കിയ വലിയ കൃപകളെ ഓർത്ത് രക്ഷകനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവാനുഗ്രഹങ്ങളുടെയും ദൈവമഹത്വങ്ങളുടെയും സാക്ഷ്യങ്ങളെ ശ്രവിപ്പാൻ, നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർക്കുന്ന നമ്മുടെ രക്ഷകനെ ആരാധിപ്പാൻ നമ്മളെ ഓർത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് ഒരിക്കൽ കൂടെ നമ്മൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് ജാഗരിപ്പാൻ, സ്വർഗത്തിലേക്ക് കൺകൾ ഉയർത്തുവാനൊക്കെ സ്വർഗമൊരുക്കുന്ന എല്ലാ വിധങ്ങൾക്കും നന്മകൾക്കും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളേവരും ക്രിസ്തുവിൽ അനുഗ്രഹീതരായിരിക്കട്ടെ, സുരക്ഷിതരായിരിക്കട്ടെ, നന്മകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ധ്യാനത്തിനായി നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇന്നത്തെ ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 തുടങ്ങി 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സുപരിചിതമായിരിക്കുന്ന അനുഭവങ്ങളാണ് യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണ ഭാഗങ്ങൾ. അഷ്ടസൗഭാഗ്യങ്ങൾ പറഞ്ഞു തുടങ്ങി ദൈവിക ന്യായപ്രമാണത്തെയും കൽപ്പനകളെയും ഉറപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളിലേക്ക് ഉള്ള ഉപമകളെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മനോഹരമായിരിക്കുന്ന ഗിരിപ്രഭാഷണ ശകലങ്ങളിൽ നിന്ന് ഒരു ഉദ്ധരണിയാണ് ഇന്നെടുപ്പാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലെ 6-ാം അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ 2-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച്, വിശ്വാസ ജീവിതത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെ ഞാൻ മറ്റൊരിക്കൽ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഇതിനെ ഭാഗമായി തിരിച്ച് വിവരിച്ചിട്ടുള്ളതാണ്. ആകയാൽ അതിലേക്ക് ദീർഘമായി കടക്കുന്നില്ല, വിഷയത്തിലേക്ക് കിടക്കാം. 13-ാം വാക്യം നമ്മൾ വായിക്കുന്ന വേദഭാഗം ഇങ്ങനെയാണ്: ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 9 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങൾ: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഈ പ്രാർത്ഥനയുടെ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭവും അവസാനവും ഒഴിച്ചാൽ 7 പ്രധാന വിഷയങ്ങളെയാണ് ഇവിടെ പ്രാർത്ഥനയായി പറയുന്നത്. ഈ ആരംഭത്തിലും അവസാനത്തിലും അറിവുകളെ ആണ് പങ്കുവയ്ക്കുന്നത്. പ്രാർത്ഥന ആരംഭിക്കുമ്പോഴും പ്രാർത്ഥന അവസാനിക്കുമ്പോഴും 2 അറിവുകളെയാണ് പങ്കുവയ്ക്കുന്നത്. ആരംഭത്തിൽ ഇതാണ് പറയുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവാണ് പറയുന്നത്. ദൈവം സ്വർഗത്തിലാണ് വാസം ചെയ്യുന്നത്, ദൈവം ഞങ്ങളുടെ പിതാവാണ്. ഇങ്ങനെ 2 അറിവിലാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവുള്ള ഒരു ഭക്തന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ ഒരു അറിവിലാണ് ഇവിടെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ആ അറിവ് 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്നു. 2, ആ ദൈവം എൻ്റെ പിതാവാണ് എന്ന് പറയുന്നു. ഇനിയും ആ പ്രാർത്ഥന അവസാനിക്കുന്നത് വീണ്ടും ഒരറിവ് പറഞ്ഞുകൊണ്ടാണ്: രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ നിത്യത്വത്തെ, എറ്റേണൽ ഗോഡ്, ദൈവത്തിന്റെ നിത്യത്വത്തെ പരാമർശിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന അവസാനിക്കുന്നത്. ദൈവത്തിന്റെ സ്വർഗീയ വാസത്തെയും ദൈവവുമായുള്ള ബന്ധത്തെയും പരാമർശിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പ്രാർത്ഥന ഇവിടെ ദൈവത്തിന്റെ നിത്യതയിലേക്ക് അമർത്യനായിരിക്കുന്ന, ശാശ്വതവാസിയായിരിക്കുന്ന ദൈവത്തിന്റെ തേജോമയനായ മഹത്വത്തെ കണ്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഈ 2 ഭാഗങ്ങളെ ഒഴിച്ചാൽ 7 പ്രധാന പ്രാർത്ഥനകളാണ് നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയുന്നത്. ഞാൻ അവയെ വിശദീകരിക്കേണ്ടതില്ലെങ്കിലും പറഞ്ഞു പോകാം. ഒന്നാമതായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന: ദൈവമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. രണ്ടാമതായി പറയുകയാണ്: നിന്റെ രാജ്യം വരണമേ. 3, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അടുത്തതായി പറയുന്നത്: ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. 5, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ
ഞങ്ങളോട് ക്ഷമിക്കണമേ. 6, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. 7, ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഇങ്ങനെ 7 പ്രാർത്ഥനാ വിഷയങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ 7 പ്രാർത്ഥനാ വിഷയങ്ങളിൽ പ്രാരംഭത്തിലെ 3 പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവത്തോടനുബന്ധമായിരിക്കുന്ന വിഷയങ്ങളെയാണ്. കാരണം നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. ഇത് 3മാണ് പ്രാരംഭത്തിങ്കൽ പറയുന്നത്. അതിനുശേഷം പറയുകയാണ്, ഞങ്ങൾക്ക് ആഹാരം തരണം. 2, ഞങ്ങൾക്ക് ക്ഷമ ലഭിക്കണം. 3, ഞങ്ങൾ പരീക്ഷകളിൽ അകപ്പെടരുത്. 4, ഞങ്ങൾ ദുഷ്ടങ്കൽ നിന്ന് വിടുവിക്കപ്പെടണം. ഈ 7 ഭാഗങ്ങളെയും വളരെ വിശാലമായി നമുക്ക് പഠിപ്പാൻ കഴിയുന്ന വിഷയങ്ങളാണ്. ദൈവജനങ്ങൾ, ദൈവമക്കൾ ഇതൊക്കെ ഇതിനോടകം പല ആവർത്തി പല കർത്തൃദാസന്മാരിൽ കൂടെ ഈ ഭാഗങ്ങളൊക്കെ ശ്രവിച്ചിരിക്കുന്നവരുമായിരിക്കും. ഈ 7 പ്രാർത്ഥനാ വിഷയങ്ങളിലെ 6ാമത്തെ പ്രാർത്ഥനാ വിഷയമാണ് ഇന്ന് നിങ്ങളുമായി ധ്യാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 6ാമത്തെ പ്രാർത്ഥനാ വിഷയം ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. ഞങ്ങളെ പരീക്ഷയിൽ നിന്ന് ഒഴിപ്പിക്കണമേ. പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ മാറ്റണമേ എന്ന് പറയുകയാണ്. പരീക്ഷയെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് പല വിധങ്ങളിലാണ് തിരുവെഴുത്തിൽ നമുക്ക് പ്രാർത്ഥനകൾ കാണുവാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നത് പരീക്ഷയിൽ നിന്ന് ഒഴിയുക എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പരീക്ഷയിൽ അകപ്പെട്ടിട്ട് ആ പരീക്ഷയിൽ നിന്ന് ഒരു പോക്കുവഴി പ്രാപിക്കുന്നതിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എ വേ ടു എസ്കേപ്പ് ഫ്രം ദ ടെംപ്ടേഷൻസ്. ജീവിതത്തിന്റെ പരീക്ഷകളിൽ നിന്ന് ഒരു എസ്കേപ്പ് റൂട്ട്, ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യാക്കോബിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പരീക്ഷകളെ സഹിക്കുക എന്നുള്ള വിഷയത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്കത് കാണുവാൻ കഴിയും. നിങ്ങൾക്ക് അഗ്നിശോധനയ്ക്കായി വന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ പരിശോധനയെ നിങ്ങളൊരു അപൂർവ കാര്യമായി കരുതരുത്, നിങ്ങൾ അതിനെ സഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന ഒരു സഹനത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് നമ്മുടെ പരീക്ഷകളിൽ കർത്താവ് നമുക്ക് സഹായകനായിരിക്കുമെന്നുള്ള വിഷയത്തെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും അതിന്റെ 5-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പരീക്ഷകളിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന ഒരനുഭവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരീക്ഷയിൽ നിന്ന് വിടുവിക്കുക, ദൈവം നമ്മളെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും 7-ാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ പരീക്ഷകളെ ജയിക്കുക എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 6-ാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ വിഷയം പരീക്ഷകളെ ജയിക്കുക എന്ന് കാണുവാൻ കഴിയും. പരീക്ഷകളിൽ നിന്ന് എസ്കേപ്പായി പോവുക, പരീക്ഷകളെ സഹിക്കുക, പരീക്ഷകളിൽ ദൈവത്താൽ സഹായിക്കപ്പെടുക, പരീക്ഷകളിൽ നിന്ന് വിടുവിക്കപ്പെടുക, പരീക്ഷകളെ ജയിക്കുക, പരീക്ഷകളെ തികയ്ക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പരീക്ഷകളിൽ കർത്താവ് തികയ്ക്കുകയായിരുന്നു. പരീക്ഷകളെ കർത്താവ് ഏറ്റെടുക്കുകയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അവകയാൽ സെൽഫ് സബ്മിറ്റഡ് ഫോർ ദ ടെംപ്ടേഷൻസ്. പരീക്ഷകൾ കേൾപ്പിച്ചു കൊടുത്ത് പരീക്ഷകളിൽ നിന്ന് ജയമെടുത്ത് പുറത്തു വരിക, പരീക്ഷകളെ തികയ്ക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, സാത്താൻ തന്റെ പരീക്ഷകളൊക്കെയും തികച്ച ശേഷം യേശുവിനെ വിട്ടുപോയി. 6-7 തലത്തിൽ നമുക്ക് വേർതിരിച്ച് പഠിക്കുവാൻ കഴിയും. അതിൽ പ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ് പരീക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്ന് പറയുന്നത്. ഇതെല്ലാ പരീക്ഷകളും നമ്മൾ സഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ പരീക്ഷകളും നമ്മൾ അകപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ പരീക്ഷകളും അകപ്പെട്ടിട്ട് അതിനകത്തുനിന്ന് എസ്കേപ്പ് ആകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പല പരീക്ഷകളിലും ദൈവം പല അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു ഭാഗം പരീക്ഷകളെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആ പരീക്ഷകളിൽ അകപ്പെടരുത് എന്നാണ്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ എന്ന് പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ. കർത്താവായ യേശു പറഞ്ഞതാണിത്. സ്ലീഹന്മാരാരുമല്ല, കർത്താവായ യേശു പറഞ്ഞതാണ്. പഴയ നിയമ പ്രവാചകന്മാരല്ല, യേശു കർത്താവ് പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഒരു അവകാശമുണ്ട്. കർത്താവെ,
പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ. കർത്താവെ, ഈ 2024 മധ്യപകുതിയിൽ നിന്നുകൊണ്ട്, ഇതിന്റെ ഹാഫ് മിഡിൽ നിന്നുകൊണ്ട് ഞങ്ങൾ റിജോയ്സ് മിനിസ്ട്രിയും ദൈവസഭയും ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് ഏതൊക്കെ പരീക്ഷകൾ ഞങ്ങൾക്കെതിരെ പിശാച് വെച്ചിട്ടുണ്ടെങ്കിലും ആ പരീക്ഷകൾ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിനകത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, കർത്താവെ, പ്രായമുള്ളവർ, കുടുംബങ്ങൾ, ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഒഴിഞ്ഞു പോകണമേ. അവരെ പരീക്ഷയിൽ അകപ്പെടുത്തരുതേ. അവരുടെ ജോലി വിഷയങ്ങളിൽ ഒരു പരീക്ഷയിൽ അവരെ അകപ്പെടുത്തരുതേ. അവരുടെ പ്രൊഫഷണൽ മേഖലകളിൽ കർത്താവെ അവരെ ഒരു പരീക്ഷയിൽ അകപ്പെടുത്തരുതേ. അവരുടെ ഫാമിലി ലൈഫിൽ ഒരു പരീക്ഷയിൽ അവരെ അകപ്പെടുത്തരുതേ. അവരുടെ ശുശ്രൂഷയിൽ ഒരു പരീക്ഷയിൽ അവരെ അകപ്പെടുത്തരുതേ. കർത്താവെ, അവരുടെ കുടുംബ ബന്ധങ്ങളിൽ ഒരു പരീക്ഷയിൽ അവരെ അകപ്പെടരുതേ. ഒരു രോഗത്തിന്റെ പരീക്ഷ അവർക്ക് വരരുതേ. ഒരു മാനസിക സംഘർഷത്തിന്റെ പരീക്ഷ അവർക്ക് വരരുതേ. ഒരു പാപത്തിന്റെ ശോധനയിൽ അവരെ അകപ്പെടരുതേ. സാത്താൻ കോതമ്പ് പോലെ അവരെ പാറ്റുവാൻ അനുവാദം ചോദിച്ചാലും എന്റെ കർത്താവ് അവരെ പിശാചിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കല്ലേ. പരീക്ഷകൻ അവരെ പരിശോധിപ്പാൻ ദൈവം അനുവദിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി, ഈ ചർച്ചിന് വേണ്ടി, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ ഈ ജൂൺ മാസത്തിലെ പ്രാരംഭ വെള്ളിയാഴ്ച ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചില പരീക്ഷകളെ ഒഴിച്ചു കളയുന്നതായി, ചില പരീക്ഷയുടെ പരിഭ്രമത്തിന്റെ പാനപാത്രങ്ങളെ ദൈവം തട്ടിക്കളയുന്നതായി, ചില പരീക്ഷയുടെ ദിവസങ്ങളെ ഞങ്ങളുടെ കലണ്ടറിൽ നിന്ന് ദൈവം വെട്ടിക്കളയുന്നതായി, ചില പരീക്ഷയുടെ രാത്രികളെ കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നതായി തീരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ജനത്തിന്റെ മേൽ അത് സംഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആകയാൽ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ എന്ന് പ്രാർത്ഥിക്കുവേ. എല്ലാവരും എന്നോട് ചേർന്ന് സ്വർഗത്തിലേക്ക് കണ്ണും കരവും ഉയർത്തി എന്ന് പറഞ്ഞ് ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്തരുതേ കർത്താവെ. സഹോദരങ്ങളെ, മത്തായി സുവിശേഷം ആരംഭിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം പ്രാർത്ഥിക്കണം. മത്തായി സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴും ഇതേ ഭാഗം കർത്താവ് പറയുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 26-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഗത്സമന തോട്ടത്തിൽ വെച്ചും യേശു കർത്താവ് ഇതേ ഭാഗത്തെ ആവർത്തിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. കുറച്ചുകൂടെ ജാഗ്രതയായിട്ട് കർത്താവ് 26-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 26-ന്റെ 41, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമുള്ളത്. ആകയാൽ കർത്താവ് ഇവിടെ കുറച്ചുകൂടെ പ്രാർത്ഥിക്കുവാനല്ല പറയുന്നത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്. അതിനാൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ അനുദിന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അനുദിന പ്രാർത്ഥനയിൽ 7 പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ 6-ാമത്തെ പ്രാർത്ഥനാ വിഷയമായി പരീക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ പറയുന്ന കർത്താവ് ഇപ്പോൾ ഗത്സമന തോട്ടത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരുന്ന്, നിങ്ങൾ അതിനുവേണ്ടി ടൈം സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ ഒത്തിരി ബന്ധപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് എന്നോട് അത് ആവർത്തിച്ച് പറയുവാൻ പ്രേരിപ്പിക്കുന്നു. ഈ മാസത്തിൽ ഒരു രാത്രിയെങ്കിലും നിങ്ങൾ ഒന്ന് ഉണർന്നിരിക്കണമേ. ദൈവസന്നിധിയിൽ മുമ്പിലുള്ള ചില പരീക്ഷകൾ നീങ്ങിപ്പോകുവാൻ, മുമ്പിലുള്ള ചില പ്രശ്നങ്ങൾ മാറിപ്പോകുവാൻ ചില രാത്രികൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവസഭയോട് എക്സോർട്ട് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ഭയങ്കരമായി പ്രചോദിപ്പിക്കുന്നു. നിങ്ങളുടെ ജോലി വിഷയങ്ങളിലോ, നിങ്ങളുടെ ഫാമിലിയിലോ, നിങ്ങളുടെ മിനിസ്ട്രിയിലോ എവിടെയെങ്കിലും പിശാച് ഒരു കെണി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കെണി പൊട്ടിപ്പോകാൻ, ആ വല കീറിപ്പോകാൻ, ആ പരീക്ഷ ഒഴിഞ്ഞു പോകുവാൻ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു രാത്രി നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവചനാധികാരത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ പരീക്ഷ? ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കേൾക്കുമ്പോൾ ചിന്തിക്കും, ഈ പരീക്ഷ, ടെംപ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ പരീക്ഷ എന്ന് പറയുന്നത്? സഹോദരങ്ങളെ, പരീക്ഷ എന്ന് പറയുമ്പോൾ അതിന് വിവിധ തലങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പരീക്ഷയ്ക്ക് വേറൊരു ഭാഗം, നമുക്കൊരു സിനോണിമം നൽകുവാൻ കഴിയുമെങ്കിൽ പരീക്ഷയ്ക്ക് വേറൊരു വാക്ക് നൽകുവാൻ കഴിയുന്നത് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ. ആകയാൽ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെട്ടാൽ ആ പരീക്ഷയുടെ മുഖം കഷ്ടതയായിരിക്കും. പരീക്ഷയുടെ ഒരു മുഖം
കഷ്ടതയായിരിക്കും. ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ അവൻ വലിയ പരീക്ഷയിൽ കൂടി കടന്നു പോവുകയാണെന്ന് നമ്മൾ പറയാറില്ലേ? അതെ, പരീക്ഷയുടെ ഒരു മുഖം കഷ്ടതയാണ്. പരീക്ഷയുടെ മറ്റൊരു മുഖം എന്ന് നാം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ സഭകൾക്കുള്ള ദൂതിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ 2-ാം അധ്യായം 8 തുടങ്ങി 11 വരെയുള്ള സ്മുർണയുടെ വാക്കുകളെ ദൂതുകളെ നാം പഠിക്കുമ്പോൾ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. അപ്പോൾ ഇവിടെ പരീക്ഷ എന്ന് പറയുന്നത് തടവാണ്. തടവ് എന്ന് പറയുമ്പോൾ ഒരു ലിറ്ററൽ ഒരു ഗവൺമെന്റിന്റെ ജയിലിൽ പോയി കിടക്കണമെന്ന് ഒന്നും നിർബന്ധമില്ല. ഒരു മനുഷ്യൻ ഒരു ICUവിൽ കിടന്നാൽ അവൻ തടവിലാണ്. ഒരു മനുഷ്യന്റെ കാലിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായി അവൻ ബെഡഡ് ആയി കഴിഞ്ഞാൽ അത് തടവാണ്. ഒരു മനുഷ്യൻ മുറിക്കകത്ത് ഒതുങ്ങിപ്പോയാൽ അത് തടവാണ്. ഒരുവന് ഡിപ്രഷൻ വന്നാൽ അത് തടവാണ്. ഒരു കുഞ്ഞിന് ഒരു പേപ്പർ നഷ്ടപ്പെട്ട് അവന് സമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അവൻ വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയാൽ അവന്റെ സെക്ലൂഡഡ് ലെവലിന് പറയുന്ന പേരാണ് തടവ് എന്ന് പറയുന്നത്. അതിനാൽ തടവ് ഒരു പരീക്ഷയാണ്, കഷ്ടത ഒരു പരീക്ഷയാണ്, തടവ് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത തടവ് ഒരു പരീക്ഷയാണ്. മറ്റൊരു പരീക്ഷയുടെ മുഖത്തെ നാം പഠിക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാനിന്ന് ഒത്തിരി ശാന്തമായി ചില കാര്യങ്ങളെ ദൈവസഭയെ ഒത്തിരി ഘനമായി ഉണർത്തുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ്. 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 4-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പരീക്ഷയുടെ 2 മുഖങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. 4-ാം അധ്യായം 14-ാം വാക്യം, എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം, എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം. ആകയാൽ ഇവിടെ പൗലോസ് പറയുന്ന പരീക്ഷ തന്നെ സംബന്ധിച്ച ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ രോഗമാണ്. സഹോദരങ്ങളെ, ഒരു രോഗം പരീക്ഷയാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയാണ്, എന്റെ ശരീരത്തിലുണ്ടായ രോഗം നിങ്ങളുടെ പരീക്ഷയായി മാറ്റപ്പെട്ടു. കണ്ടോ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു രോഗം വന്നാൽ അത് നമ്മുടെ പരീക്ഷയാണ്. നമ്മുടെ ഭർത്താവിന്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പാസ്റ്റർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരാൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്കുണ്ടാകുന്ന പരീക്ഷയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കുവീൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്. ചില ഹോസ്പിറ്റലൈസേഷനുകൾ, ചില ബെഡഡ് കണ്ടീഷനുകൾ, ചില രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അധികാരത്തോടെ നമ്മൾ ചവിട്ടി മെതിച്ച് നീക്കിക്കളയുന്ന ദിനരാത്രങ്ങളിലേക്ക് എൻ്റെ ദൈവമക്കൾ പ്രാർത്ഥനയിൽ കയറണമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പിന്നെയും എക്സോർട്ട് ചെയ്യുകയാണ്. വീണ്ടും ഈ പരീക്ഷയുടെ ഒരു മുഖം രോഗമാണെങ്കിൽ അതിന്റെ ഗലാത്യർ 4:14 അടുത്തത് പറയുകയാണ്, പരീക്ഷ നിമിത്തം, എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിന്നയോ വെറുപ്പോ കാണിക്കാതെ. അപ്പോൾ പൗലോസ് പറയുകയാണ്, എന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ പരീക്ഷ അടുത്തതായി എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം, നിന്നയോ വെറുപ്പോ കൊണ്ടുവരാം. അപ്പോൾ പരീക്ഷയുടെ അടുത്ത മുഖം എന്ന് പറഞ്ഞാൽ ഒരു നിന്നയാണ്, മനുഷ്യനാൽ വെറുക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളുടെ അടുക്കൽ പരീക്ഷയുടെ അടുത്ത മുഖത്തെ ഞാൻ പറയുകയാണ്, അത് നിന്നയാണ്, അത് വെറുപ്പാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ഒന്ന് ശാസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി പിശാച് ഒരുക്കുന്ന സകല നിന്നയുടെ പരീക്ഷകളും കർത്താവിന്റെ നാമത്തിൽ ക്യാൻസൽ ആയി പോകട്ടെ. ഞങ്ങൾക്കെതിരായി പിശാച് ഒരുക്കുന്ന സകല വെറുപ്പിന്റെ പൈശാചിക പദ്ധതികളും ഞങ്ങൾ വെറുക്കപ്പെടത്തക്കവണ്ണം, ഞങ്ങൾ ആക്ഷേപിക്കപ്പെടത്തക്കവണ്ണം, ഞങ്ങൾ നിന്ദിക്കപ്പെടത്തക്കവണ്ണം പിശാച് ഒരുക്കുന്ന സകല കണികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെടട്ടെ. അധികാരത്തോടെ ദൈവമക്കൾ പ്രാർത്ഥിച്ച് കയറി വന്നാട്ടെ സഹോദരങ്ങളെ. ആകയാൽ ആ പരീക്ഷയുടെ അടുത്ത മുഖം എന്ന് പറഞ്ഞാൽ നിന്നയോ വെറുപ്പോ ആണ്. അടുത്തതായി പരീക്ഷയുടെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാകണമെന്നല്ല പറയുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 13-ാം വാക്യം, ലൂക്കോസ് 8:13, പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ വചനം സന്തോഷത്തോടെ അവർ കേട്ടു, പക്ഷെ പരീക്ഷയിൽ എന്തു സംഭവിച്ചു? അവർ പിൻവാങ്ങി പോകേണ്ടി വന്നു. ആകയാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പരീക്ഷ എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൽ കൃപയ്ക്കകത്ത്, ദൈവിക കൂട്ടായ്മയ്ക്കകത്ത്, സഭയ്ക്കകത്ത്, ശുശ്രൂഷയ്ക്കകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ
പിൻവാങ്ങിപ്പോകത്തക്കവണ്ണം സന്തോഷത്തോടെ കേട്ട വചനം, സന്തോഷത്തോടെ കേട്ട വാഗ്ദത്തം, പക്ഷെ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്മാറിപ്പോകത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങളെ വിരൽ ചൂണ്ടിട്ട് പറയുകയാണ്, അത് പരീക്ഷയുടെ സമയം, അത് പരീക്ഷ എന്നാണ് പറയുന്നത്. ആകയാൽ ദൈവസന്നിധിയിൽ നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്, കർത്താവെ, ദൈവകൃപയ്ക്കകത്തുനിന്ന് ഞാൻ അകന്നു പോകത്തക്കവണ്ണം, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ തള്ളപ്പെടത്തക്കവണ്ണമുള്ള ഒരു പരീക്ഷയും എൻ്റെ ജീവിതത്തിൽ അനുവദിക്കരുതേ. കർത്താവേ, നിന്റെ കൃപയാൽ എന്നെ നിലനിർത്തണം, സൂക്ഷിക്കണം, എന്നെ പിടിച്ചു നിർത്തണം. കർത്താവേ, എത്ര മനോഹരമായ ദൈവാലോചനകളാണ് തിരുവെഴുത്തിൽ പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പരീക്ഷയുടെ മുഖങ്ങളെ പറയാം. പരീക്ഷയുടെ മുഖം ഒന്ന് കഷ്ടതയാണ്. പരീക്ഷയുടെ മുഖം ഒന്ന് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത തടവാണ്. ബന്ധങ്ങൾ നഷ്ടപ്പെടും, നമ്മുടെ കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെടും, നമ്മുടെ ട്രാവലിങ്ങുകൾ കുറയും, നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് സെക്ലൂഡഡ് ആകും. ജീവിതത്തിന്റെ ലോൺലിനെസ് അതൊരു തടവാണ്. 3, ജീവിതത്തിന്റെ രോഗങ്ങൾ പരീക്ഷയാണ്. 4, ജീവിതത്തിൽ നിന്ദിക്കപ്പെടുമ്പോൾ, വെറുക്കപ്പെടുമ്പോൾ അത് പരീക്ഷയാണ്. 5, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അളവിൽ ആടി ഉലഞ്ഞാൽ അത് പരീക്ഷയാണ്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. കർത്താവേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. കർത്താവേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. കർത്താവേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. സഹോദരങ്ങളെ, പരീക്ഷയിൽ കടക്കാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ മറ്റൊരു വിഷയത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ, ഗലാത്യലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തെ മാത്രം വായിക്കുകയാണ്. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ആകയാൽ ഒത്തിരി ബി കെയർഫുൾ, ടേക്ക് ഹീഡ്. നീ സൂക്ഷിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ അകപ്പെടും. ആകയാൽ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ 1, പ്രാർത്ഥിക്കണം, 2, സൂക്ഷിക്കണം. അടുത്ത വിഷയങ്ങളുണ്ട്, അത് താഴേക്ക് വരുമ്പോൾ കടന്നു വരാം. എന്തുകൊണ്ടാണ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിക്കണമെന്ന് പറയുന്നത്? സഹോദരങ്ങളെ, പരീക്ഷ പിശാച് പല വിധത്തിലാണ് നമുക്കെതിരെ കൊണ്ടുവരുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവിടെ ഈ പരീക്ഷയുടെ ഏറ്റവും ഭയാനകമായിരിക്കുന്ന ഒരു മുഖത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക, എന്നാൽ അതും മായ തന്നെ. ഇവിടെ ഒരു പരീക്ഷയെ നമുക്ക് കാണുവാൻ കഴിയും. സന്തോഷം കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. സന്തോഷം കൊണ്ട് പരീക്ഷിക്കപ്പെടുക. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് നൽകപ്പെടുന്ന ഓരോ സന്തോഷത്തിനകത്തും നമ്മൾ ഒത്തിരി പ്രാർത്ഥനയോടുകൂടെ, ദൈവകൃപയോടുകൂടെ മൂവ് ചെയ്യുന്നവരായിരിക്കണം. കാരണം ആ സന്തോഷത്തിനകത്ത് തന്നെ പിശാച് നമ്മളെ പരീക്ഷിക്കുവാൻ സാധ്യതയുണ്ട്. ഞാൻ ഭയപ്പെടുത്തുവാൻ പറയുകയല്ല, ഞാൻ ദൈവമക്കൾ ജാഗ്രതയായിരിക്കാൻ തക്കവണ്ണം പറയുകയാണ്. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ എക്സോർട്ട് ചെയ്ത് സംസാരിക്കുവാനാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഒത്തിരി ശാന്തമായിട്ട്, ഒത്തിരി ഗൗരവപരമായിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അങ്ങനെയാണ് പ്രബോധിപ്പിക്കുന്നത്. ദിനവൃത്താന്തം നമ്മളുടെ സന്തോഷങ്ങളിൽ പിശാച് ഒരു പരീക്ഷകനായി അടുത്തു വരരുത്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം, എല്ലാ ദൈവമക്കളും ആ ഭാഗം എടുക്കണം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവിടെ നമുക്ക് ഹിസ്കിയ രാജാവിനെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. ഹിസ്കിയ രാജാവ് 32-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 32-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എങ്കിലും ദേശത്തിലെ അങ്ങനെ ഹിസ്കിയാവ് തന്റെ സകല പ്രവർത്തികളിലും കൃതാർത്ഥനായിരുന്നു. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെ കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു എന്ന് പറയുകയാണ്. എത്ര ശ്രദ്ധയോടുകൂടെ നമ്മൾ വായിക്കേണ്ട ഒരു ഭാഗമാണ്. അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു എന്ന് പറയുകയാണ്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ, ഒരു പരീക്ഷയിൽ എന്നെ വിട്ടുകൊടുക്കരുതേ, പരീക്ഷയിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. കണ്ടോ, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 32-31 പറയുകയാണ്, അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു.
അപ്പൊ ദൈവം വിട്ടുകൊടുക്കാതെ ഒരു മനുഷ്യനെ പരീക്ഷിക്കാൻ പിശാചിനോ മനുഷ്യനോ പ്രഭുക്കന്മാർക്കോ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നെങ്കിൽ അതിന്റെ കാരണം ദൈവം അവനെ വിട്ടുകൊടുക്കുന്നതാണ്. ഹിസ്കിയാവിനെ ദൈവം വിട്ടുകൊടുത്തു പരീക്ഷിക്കേണ്ടതിന്. ഇവിടെ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ദേശത്ത് സംഭവിച്ച അതിശയത്തെ കുറിച്ച് ചോദിപ്പാൻ ബാബേൽ പ്രഭുക്കന്മാർ വന്നു. അവരുടെ അടുക്കൽ ഹിസ്കിയാവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ പരീക്ഷിക്കപ്പെട്ടു. സഹോദരങ്ങളെ, ഹിസ്കിയാവിന്റെ ദേശത്ത് നടന്ന അത്ഭുതം എന്തായിരുന്നു? ഹിസ്കിയാവിന്റെ ദേശത്ത് നടന്ന അത്ഭുതം രണ്ട് വിധത്തിലായിരുന്നു. ഒന്ന്, ഹിസ്കിയാവിന് വ്യക്തിപരമായ ഒരു സൗഖ്യമുണ്ടായി. എന്നാൽ വ്യക്തിപരമായ സൗഖ്യമുണ്ടായി, ആയുസ്സിനോട് 15 വർഷം കൂട്ടിക്കിട്ടി. എന്നാൽ അതിനെക്കാട്ടിലുപരി തന്റെ വ്യക്തിപരമായ വിടുതൽ ദേശത്ത് തന്നെ ഒരു മിറക്കിളായി. കാരണം ആഹാസിന്റെ കടികാരത്തിൽ സൂര്യന്റെ നിഴൽ 10 പടി പിന്നോക്കം തിരിയുമ്പോൾ, സ്തോത്രം, ആ ദേശത്ത് സമയം പുറകോട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ തന്റെ ഇൻഡിവിജ്വൽ ഡെലിവറൻസ് ഒരു നാഷണൽ മിറക്കിളായി മാറ്റപ്പെട്ടു. ഒരു ഇൻഡിവിജ്വൽ ഡെലിവറൻസ്, വ്യക്തിപരമായ ഒരു വിടുതൽ ആ ദേശത്തു തന്നെ ഒരു അത്ഭുതമായി അറിയപ്പെട്ടു. ആ ദേശത്ത് സൂര്യഘടികാരം 10 പുറത്തിലെ നിഴൽ 10 പടി പുറകോട്ട് പോയപ്പോൾ എല്ലാവരും അന്വേഷിക്കുക, എന്തു പറ്റി, എന്തുകൊണ്ടാണ് ഇവിടുത്തെ സംഭവിച്ചതെന്ന്. അപ്പോൾ എല്ലാവരും അതിന് മറുപടി പറയുക, അതിന്റെ കാരണം ഹിസ്കിയാവിന് സൗഖ്യം കിട്ടിയതിന്റെ അടയാളമാണെന്ന്. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ കിട്ടിയ ഒരു സൗഖ്യവും ഇങ്ങനെ കിട്ടിയ ഒരു വിടുതലും ഇങ്ങനെ സംഭവിച്ച ദേശത്തിലെ ഒരു അത്ഭുതവും പിന്നീട് ഹിസ്കിയാവിന് ഒരു പരീക്ഷയുടെ കാരണമായി തീർന്നു. അതെന്താണ് കാരണമെന്ന് പറഞ്ഞാൽ 25-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 32:25, ആമേൻ, 24 തുടങ്ങി വായിക്കാം. ആ കാലത്ത് ഹിസ്കിയാവിന് മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിനവൻ ഉത്തരമരുളി ഒരു അടയാളവും കൊടുത്തു. എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും കോപം ഉണ്ടായി. സ്തോത്രം. സഹോദരങ്ങളെ, ഇവിടെ പറയുകയാണ്, ഹിസ്കിയാവിന് സൗഖ്യം കിട്ടി, ഹിസ്കിയാവിന് വിടുതൽ കിട്ടി, ഹിസ്കിയാവിന് നന്മ കിട്ടി. പക്ഷേ അത് പിന്നീട് പരീക്ഷയായി തീർന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പലപ്പോഴും പ്രസംഗങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു ഭാഗമുണ്ട്, ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ദോഷമുണ്ടാകും ഹിസ്കിയാവിൻ്റെതെന്ന്. പക്ഷെ ഞാൻ വളർന്ന് ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സൗഖ്യം കിട്ടിയതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകത്തില്ല, വിടുതൽ കിട്ടിയതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകത്തില്ല. പക്ഷെ തനിക്ക് ലഭിച്ച ഉപകാരത്തിനൊത്തവണ്ണം നടന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. തനിക്ക് ലഭിച്ച ഉപകാരത്തിനൊത്തവണ്ണം നടന്നില്ല. അക്കോർഡിംഗ് ടു ദ ഗുഡ്നസ് ഹി റിസീവ്ഡ്, വി ഷുഡ് വാക്ക് അക്കോർഡിംഗ് ടു ദ ഗുഡ്നസ് വി റിസീവ്ഡ്. നമുക്ക് ലഭിച്ച നന്മയ്ക്കൊത്തവണ്ണം നമ്മൾ നടന്നില്ല എങ്കിൽ അതൊരു പരീക്ഷയ്ക്ക് കാരണമായി തീരുമെന്നാണ് അവിടെ പറയുന്നത്. ഇന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്താൽ, കർത്താവെ, അങ്ങ് എനിക്ക് തരുന്ന നന്മയ്ക്ക് ഒത്തവണ്ണം, അങ്ങനെ അനുഗ്രഹിക്കുന്നതിന് ഒത്തവണ്ണം, അങ്ങ് എനിക്ക് തരുന്ന അഭിഷേകത്തിന് ഒത്തവണ്ണം, അങ്ങ് എനിക്ക് തരുന്ന ശുശ്രൂഷയ്ക്ക് ഒത്തവണ്ണം, അങ്ങ് എനിക്ക് തരുന്ന സാമ്പത്തിക ഉയർച്ചകൾക്ക് ഒത്തവണ്ണം, അങ്ങ് എനിക്ക് തരുന്ന എല്ലാ നന്മകൾക്കും ഒത്തവണ്ണം അങ്ങനെ ഞാൻ മുമ്പോട്ട് ഓരോ ചുവടും വെച്ചുകൊള്ളാം കർത്താവെ, അങ്ങനെ ഞാൻ ഓരോ സ്റ്റെപ്പും വെച്ചുകൊള്ളാം കർത്താവെ. എൻ്റെ സന്തോഷങ്ങളിൽ ഞാൻ പരീക്ഷിക്കപ്പെടരുതേ, ഞാൻ പരീക്ഷിക്കപ്പെടരുതേ, ഞാൻ പരീക്ഷിക്കപ്പെടരുതേ. സഹോദരങ്ങളെ, ഹിസ്കിയാവിനെ പരീക്ഷിക്കാൻ ദൈവം വിട്ടുകൊടുത്തു. എന്നിട്ട് ഹിസ്കിയാവ് ആ പരീക്ഷയിലേക്ക് ചെന്ന് ചാടിയത് എങ്ങനെയാണെന്നറിയാമോ? ഹൃദയത്തിലുള്ളതെല്ലാം ബാബിലോണിൽ നിന്ന് വന്ന പ്രഭുക്കന്മാരുടെ അടുക്കൽ ഹിസ്കിയാവ് വളവള സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പരീക്ഷയിലേക്ക് അകപ്പെടുന്നതിന് മുമ്പുള്ള ഒരു അടയാളമാണ് നമ്മൾ ഓവർ ടോക്കറ്റീവ് ആകുന്നുവെങ്കിൽ, നമ്മൾ ഒത്തിരി ടോക്കറ്റീവ് ആകുന്നുവെങ്കിൽ, നമ്മൾ ഒത്തിരി സംസാരപ്രിയരാകുന്നുവെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനാ സമയം കുറയുന്നു, നമ്മളുടെ ഫോൺ വിളിയുടെ സമയം കൂടുന്നു, നമ്മളുടെ ആരാധനയുടെ സമയം കുറയുന്നു, നമ്മളുടെ സംസാരത്തിന്റെ സമയം കൂടുന്നു. ആരാധനയ്ക്ക് വരുമ്പോൾ ലേറ്റ് ആകുന്നു, പക്ഷെ ആരാധന കഴിഞ്ഞ് കഥ പറഞ്ഞ് ഒത്തിരി നേരം കഴിഞ്ഞാണ് തിരികെ വീട്ടിൽ പോകുന്നത്. അതറിയണം, പരീക്ഷയുടെ വാതിൽ നമ്മൾ തുറക്കുകയാണ്. നോ, ഹിസ്കിയാവിന്റെ പരീക്ഷയുടെ വാതിൽ തുറന്നത് ഹിസ്കിയാവിന്റെ വളവള വർത്താനത്തിൽ കൂടെയാണ്. സോ കൺട്രോൾ. നമ്മുടെ നാവിന് കടിഞ്ഞാണിട്ട് നമ്മുടെ അധരങ്ങളെ തൂക്കി, നമ്മുടെ വാക്കുകളെ തൂക്കി, ലിമിറ്റഡ് വേർഡ്സ്, വാക്കുകൾ കുറവുള്ളതായിരിക്കട്ടെ. അപ്പോൾ പരീക്ഷകളിൽ നിന്ന് ഒഴിയാം, പരീക്ഷയിൽ അകപ്പെടാതെ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാം. രണ്ടാമതായി, പരീക്ഷയിൽ അകപ്പെടാതെ നാം സൂക്ഷിക്കപ്പെടേണ്ട മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്,
പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പി. ഇവിടെ ഒരു കുടുംബ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഞാൻ അതിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരു പരീക്ഷയെ കുറിച്ച് പറയുകയാണ്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം നിങ്ങൾ പരീക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന്, നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം പരീക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന്. അപ്പോൾ ഈ അജിതേന്ദ്രിയത്വം എന്ന വാക്ക് ഒത്തിരി സിമ്പിൾ വേർഡാണ്. മലയാളത്തിൽ അത് ഭയങ്കര ഇതാക്കി. ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ, അതാണ് അജിതേന്ദ്രിയത്വം എന്ന് പറഞ്ഞാൽ. അപ്പൊ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ ലീഡ്സ് ടു ടെംപ്ടേഷൻ. ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ, നിങ്ങളുടെ അജിതേന്ദ്രിയത്വം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുന്നോ അവിടെ നമ്മൾ പരീക്ഷകളിലേക്ക് സ്ലിപ്പാവുകയാണ്. അതാണ് ഞാൻ മുൻപേ പറഞ്ഞത്. നമ്മുടെ നാവിന്റെ കടിഞ്ഞാൺ അയയുമ്പോൾ, നമ്മുടെ കണ്ണിന്റെ കടിഞ്ഞാൺ അയയുമ്പോൾ, നമ്മുടെ കാതിന്റെ കടിഞ്ഞാൺ അയയുമ്പോൾ, നമ്മുടെ ഹൃദയത്തിന്റെ കടിഞ്ഞാൺ അയയുമ്പോൾ നമ്മൾ പരീക്ഷകളിലേക്ക് സ്ലിപ്പാവുകയാണ്. നോ, അതിനെ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കണം. ആകയാൽ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ ലീഡ്സ് ടു ടെംപ്ടേഷൻ. എന്നിട്ട് അതിനെ ഓവർകം ചെയ്യാൻ എങ്ങനെ സെൽഫ് കൺട്രോൾ സംഭവിക്കും? ആ സെൽഫ് കൺട്രോളിനുള്ള ഭാഗമാണ് അവിടെ പറയുകയാണ്, നിങ്ങൾ ആസ് എ ഫാമിലി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വേർപെട്ടിരിക്കരുത്, ചേർന്ന് നിൽക്കണം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, കുടുംബങ്ങളോട് ഒക്കെ ഞാൻ പറയട്ടെ, ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഫാമിലി ബോണ്ട് എന്ന് പറയുന്നത്, സ്തോത്രം, മാതാപിതാക്കളോട് കുഞ്ഞുങ്ങൾ ചേർന്നിരിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യൂണിറ്റി ഉണ്ടാകുമ്പോൾ, എവിടെ ഒരു യൂണിറ്റി ഉണ്ടോ അത്രത്തോളം പ്രോബബിലിറ്റി ഓഫ് ടെംപ്ടേഷൻ കുറയുകയാണ്. എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഐക്യത നഷ്ടപ്പെടുന്നോ അത്രത്തോളം പരീക്ഷയുടെ സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ സെന്റൻസിനെ റിപ്പീറ്റ് ചെയ്യട്ടെ. എത്രത്തോളം ഐക്യത കുറയുന്നോ അത്രത്തോളം പരീക്ഷയുടെ സാധ്യതകൾ വർദ്ധിക്കുകയാണ്. എത്രത്തോളം ഐക്യത കൂടുന്നുവോ അത്രത്തോളം പരീക്ഷയുടെ സാധ്യതകൾ കുറയുകയാണ്. മാനസിക ഐക്യത, ശാരീരിക ഐക്യത, ആത്മീകമായ പ്രാർത്ഥനയിലെ ഐക്യത, സാമ്പത്തിക ഇമോഷണൽ ഐക്യത, എല്ലാറ്റിലും ഐക്യത ഉണ്ടാകണം. കുടുംബജീവിതത്തിൽ സ്നേഹവും കാര്യവും ഒക്കെയാണ്, പക്ഷെ പണത്തിന്റെ കാര്യം ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കത്തില്ല. പണപ്പെട്ടിയല്ല ഒന്നാണ്, പക്ഷെ ഞങ്ങളുടെ ഫോൺ ഒരിക്കലും ഞങ്ങൾ തുറന്നു കൊടുക്കത്തില്ല. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഐക്യത കുറവുണ്ടെങ്കിൽ അവിടെ പിശാച് പരീക്ഷയുടെ ചൂണ്ടകൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നീട്ടിയിടുമെന്ന് അറിഞ്ഞുകൊള്ളണം. ഞാൻ ഇന്ന് ഓർപ്പിക്കട്ടെ, കുടുംബജീവിതത്തിന്റെ ഐക്യത നാം സൂക്ഷിക്കുന്നുവെങ്കിൽ പരീക്ഷകൻ നമ്മെ വിട്ട് അകന്നിരിപ്പാൻ കാരണമായി തീരും. കുടുംബജീവിതത്തിന്റെ ഐക്യത നമ്മളെ പരീക്ഷയിൽ നിന്ന് അകറ്റുന്നതായിരിക്കും. സ്തോത്രം. സഹോദരങ്ങളെ, ആദ്യ ഭാഗത്തിലേക്ക് തന്നെ നാം കടന്നു വരുമ്പോൾ, ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലൊക്കെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഭാഗമാണ്, ആദമും ഹൗവയും എപ്പോൾ വേർപിരിഞ്ഞോ അവിടെ പരീക്ഷകന് അവരുടെ ജീവിതത്തിൽ ഒരു ഡോർ കിട്ടിയെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എവിടെ അവർ ആദമും ഹൗവയും തമ്മിൽ എപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടായോ അവിടെ പരീക്ഷകന് ഒരു ഡോർ അവിടെ കിട്ടുകയായിരുന്നു. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ നമ്മളുടെ ഐക്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുടുംബജീവിതത്തിന്റെ ഐക്യത തകർക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ നമ്മളിൽ പരീക്ഷകൻ വലിഞ്ഞു കയറുവാൻ നമ്മൾ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ അത് കുടുംബജീവിതത്തിന്റെ ഐക്യത മാത്രമല്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇത് കുടുംബജീവിതത്തിൽ മാത്രം ആപ്ലിക്കബിൾ അല്ല ഫെലോഷിപ്പ്, യൂണിറ്റി എന്ന് പറയുന്ന വിഷയം. 1 തെസ്സലോനിക്കർ 3:5 കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, സ്തോത്രം, ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, നിങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ഇപ്പോഴോ തിമത്യോസ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെ പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട്
ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ചതിനാൽ ആ ഭാഗത്തെ ഞാൻ അവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ പൗലോസ് പറയുന്ന ഒരു ഭാഗം, നിങ്ങൾക്ക് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പരീക്ഷയിൽ നിന്ന് നിങ്ങൾ മാറുവാൻ തക്കവണ്ണം ഞാൻ തിമത്യോസിനെ അയച്ച് നിങ്ങളുമായി, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച് ഫെലോഷിപ്പിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു ചർച്ചിനകത്ത് എവിടെ യൂണിറ്റി കുറയുന്നോ, ഒരു വിശ്വാസിക്ക് വേറൊരു വിശ്വാസിയോട്, ഒരു വിശ്വാസിക്ക് സഭാ ശുശ്രൂഷകനോട്, ഒരു സഭാ ശുശ്രൂഷകന് വിശ്വാസിയോട് ഐക്യത കുറയുന്നുവെങ്കിൽ അത് പരീക്ഷയുടെ വാതിൽ തുറക്കപ്പെടുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഓർപ്പിക്കട്ടെ, സഭാ ജീവിതത്തിൽ ഐക്യത കുറയ്ക്കുവാൻ പിശാചി പരിശ്രമിക്കുന്നെങ്കിൽ പിശാചിനകത്തിനകത്തൊരു പ്ലാൻ ഉണ്ട്, പിശാചിനകത്തിനകത്തൊരു പദ്ധതിയുണ്ട്, നമ്മളെ പരീക്ഷിക്കുക എന്നുള്ളത്. സോ നമ്മുടെ ജീവിതത്തിൽ ഫാമിലി ബോണ്ട്, ചർച്ചിന്റെ ഫെലോഷിപ്പ് ബോണ്ട്, ഇത് രണ്ടും ബ്രേക്ക് ആകാതെ, ഇത് രണ്ടും നമ്മൾ കൃപയ്ക്കകത്ത് സൂക്ഷിക്കണം. ഫാമിലി, ചർച്ച്, ഈ രണ്ട് ഫെലോഷിപ്പ്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥനയ്ക്കല്ലാതെ പരസ്പര സമ്മതത്തോടെ അല്ലാതെ വേർപെട്ടിരിക്കരുത്, പിശാചിനാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടരുത്. ദൈവസഭയുടെ കൂട്ടായ്മയ്ക്കകത്തു നിന്ന് ദൈവജനം മാറി നിൽക്കരുത്. ഫിനാൻഷ്യൽ ഫെലോഷിപ്പ്, ഇമോഷണൽ ഫെലോഷിപ്പ്, സ്പിരിച്വൽ ഫെലോഷിപ്പ്, എല്ലാ അളവുകളിലും സ്തോത്രം, ദൈവസഭയുടെ ഫെലോഷിപ്പിനകത്ത് ഒരു ദൈവ പൈതൽ കണക്റ്റഡ് ആയിരിക്കണം. അവൻ ആ അവന്റെ ഫെലോഷിപ്പ് ഇന്ററപ്റ്റ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് ടെംപ്ടേഷന്റെ ഡോറുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ആകയാൽ നമ്മൾ സന്തോഷം കൊണ്ട് പരീക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അനുസരണമായി നമ്മൾ നടക്കുന്നവരായിരിക്കണം. 2, നമ്മളുടെ ഐക്യതയെ നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. മൂന്നാമതായി, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എല്ലാവരും വാക്യങ്ങളിൽ കൂടെ ഒന്ന് സഞ്ചരിക്കണമേ. 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നമ്മൾ ദൈവം തരുന്ന നന്മകൾക്ക് അനുസൃതമായി നമ്മൾ നടക്കണം. 3, നമ്മൾ ഐക്യതയിൽ സൂക്ഷിക്കപ്പെടണം. 4-മതായി അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, 2 കൊരിന്ത്യർ 3:5 2 കൊരിന്ത്യർ 13:5 വരുമ്പോൾ അവിടെ പറയുകയാണ്, 2 കൊരിന്ത്യർ 13:5 നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. എക്സാമിൻ യുവർ സെൽഫ്. നമ്മളെ തന്നെ പരീക്ഷിപ്പീൻ, നമ്മളെ തന്നെ ശോധന ചെയ്യുവീൻ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ആ പരീക്ഷയിൽ നിങ്ങളെ തന്നെ പരീക്ഷിച്ച് നിങ്ങൾ ജയിച്ചാൽ, സ്തോത്രം, ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ടെന്നുള്ള വലിയ ഉറപ്പ് നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയുകയാണ്. ഞാൻ ഈ പറഞ്ഞ ഈ 4-മത്തെ വിഷയം, സെൽഫ് എക്സാമിനേഷൻ, അതിന് ഒരു 4 സബ് പോയിന്റുകൾ കൂടെ ഞാൻ നിങ്ങളോട് പറയാം. സെൽഫ് എക്സാമിനേഷൻ, എൻ്റെ സഹോദരങ്ങളെ, നാം പരീക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ഡെയിലി ലൈഫിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു സെൽഫ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കണം. സെൽഫ് എക്സാമിനേഷൻ എത്രത്തോളം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയി ചെയ്യുന്നോ അത്രത്തോളം സൈറ്റനിക് ടെംപ്ടേഷനുകളിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കുവാൻ കഴിയുമെന്നാണ് ദൈവവചനം പറയുന്നത്. കർത്താവേ, പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നൽകപ്പെടുന്ന ഒരു നന്മകളിൽ കൂടെയും പിശാച് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. അതിന് തക്കവണ്ണം ദൈവം തരുന്ന നന്മകൾക്കൊത്തവണ്ണം നമുക്ക് മുമ്പോട്ട് നടക്കാം. 3, നമ്മുടെ ഐക്യതയെ കുടുംബത്തിലും സഭയിലും നമുക്ക് സൂക്ഷിക്കുന്നവരായിരിക്കാം. 4, സ്വയപരിശോധനയ്ക്ക്, സ്വയവിമർശനത്തിന്, സ്വയവിവേചനത്തിന് നമ്മളെ തന്നെ നമ്മൾ പരിശോധിക്കുകയും ശോധന ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും. എന്നെ പിശാച് പരീക്ഷിക്കണ്ട, ഞാൻ എന്നെ പരീക്ഷിച്ചോളാം. എന്നെ ഭൂതങ്ങൾ പരിശോധിക്കണ്ട, ഞാൻ എന്നെ പരിശോധിച്ചോളാം. സ്തോത്രം. എത്ര മനോഹരമായ അനുഭവമാണ് പൗലോസ് പറയുന്നത്. സഹോദരങ്ങളെ, ഇത് പൗലോസ് കണ്ടുപിടിച്ച ഒരു സിദ്ധാന്തമൊന്നുമല്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാനൊരു 4 പോയിന്റുകളെ ഇതിനോട് ചേർത്ത് പറയാം. നിങ്ങൾക്ക് പിന്നീടായിരുന്നാലും അത് പ്രയോജനമാകുന്ന 4 വിഷയങ്ങളാണ്. സെൽഫ് എക്സാമിനേഷൻ എന്ന വിഷയത്തെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിഷയങ്ങളാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നാം
നമ്മുടെ നടപ്പ് ആരാഞ്ഞ് നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിക എന്ന് പറയുന്നു. സങ്കീർത്തനത്തിലെ ഒരു ബാക്കി നമ്മൾ എപ്പോഴും പറയും, കർത്താവേ നീ എന്നെ ശോധന ചെയ്യണമേ, നീ എന്നെ ശോധന ചെയ്യണമേ, നീ എന്നെ ശോധന ചെയ്യണമേ. എന്റെ സഹോദരങ്ങളെ, ദൈവം നമ്മളെ ശോധന ചെയ്യുന്നതിനെക്കാട്ടിലുപരി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ തന്നെ ശോധന ചെയ്യാൻ. നാം നമ്മുടെ നടപ്പ്, നമ്മളുടെ റൂട്ട്, നമ്മളുടെ മാപ്പ് അത് നമ്മളൊന്ന് പരിശോധിച്ചാൽ എല്ലാ മാസത്തിന്റെ അവസാനം നിങ്ങളിൽ എല്ലാവർക്കും വരുന്നതായിരിക്കും ഗൂഗിൾ ടൈം ലൈൻ. നമ്മൾക്കൊരു റിമൈൻഡർ വരും എല്ലാ മാസത്തിന്റെ അവസാനം. ഈ കഴിഞ്ഞ മാസം നിങ്ങൾ ഇത്ര ദൂരം സഞ്ചരിച്ചു, ഇത്ര എയർപോർട്ടുകൾ നിങ്ങൾ സഞ്ചരിച്ചു, ഇത്ര ദൂരം നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സഞ്ചരിച്ചു, റെസ്റ്റോറന്റുകളിൽ നിങ്ങൾ ഇത്ര മണിക്കൂർ ചെലവഴിച്ചു, ഷോപ്പിങ്ങിന് നിങ്ങൾ ഇത്ര മണിക്കൂർ ചെലവഴിച്ചു, നിങ്ങൾ ഈവന്റുകളിൽ ഇത്ര സമയം ചെലവഴിച്ചു എന്നൊക്കെ ഗൂഗിളിന്റെ ടൈം ലൈൻ നിങ്ങൾക്ക് തരും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവരുടെയും ഫോണിൽ മാസാവസാനം അത് വരാറുണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ ഫോണിൽ വരുന്ന എല്ലാ പ്രാവശ്യവും ഞാൻ അത് ഒന്ന് അനലൈസ് ചെയ്യാറുണ്ട്. ഫുഡ് ആൻഡ് ഡ്രിങ്കിൽ എത്ര ടൈം ഞാൻ ചെലവഴിച്ചു, ഹോട്ടൽസിൽ ഞാൻ എത്ര സമയം ചെലവഴിച്ചു, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എത്ര സമയം ചെലവഴിച്ചു, ഇവന്റുകളിൽ എത്ര സമയം ചെലവഴിച്ചു. ചിലപ്പോൾ നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മേളിലുള്ള ചർച്ചിൽ പോകുമ്പോൾ അതും ഷോപ്പിങ്ങിനകത്തൊക്കെ അവർ ആഡ് ചെയ്തേക്കും. പക്ഷേ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം, നമ്മുടെ നടപ്പിനെ നമുക്ക് ആരായാം. കഴിഞ്ഞ മാസം ഞാൻ എത്ര റിയാലിന്റെ, എത്ര ദിനാറിന്റെ പെട്രോൾ അടിച്ചു, ഗ്യാസ് അടിച്ചു, ആ ഗ്യാസ് അടിച്ചിട്ട് ഞാൻ എവിടേക്കാ പോയത്, ഞാൻ എവിടെയൊക്കെയാ യാത്ര ചെയ്തത്. നമ്മുടെ നടപ്പിനെ നമ്മൾ ആരായണം. ആകയാൽ സെൽഫ് എക്സാമിനേഷനിൽ 1 വിലാപങ്ങൾ 3:40 പറയുകയാണ്, നിങ്ങളുടെ നടപ്പ് ആരായണം. വീണ്ടും മത്തായി സുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിന്റെ സ്വന്തം കണ്ണിലെ കോലിനെ നീ ഒന്ന് പരിശോധിക്ക്. മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കുന്നതിന് മുമ്പേ നീ സ്വന്തം കണ്ണിലെ കോലിനെ എന്ന് നോക്കുക എന്ന് പറയുകയാണ്. കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്തുകള, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ എക്സാമിൻ ചെയ്യണം. കണ്ണിൽ കോലിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ വിഷൻ ബ്ലർ ആകും, നമ്മളുടെ ദർശനം ബ്ലർ ആകും. ഈ ദർശനം ബ്ലർ ആവുക എന്ന് പറഞ്ഞാൽ അതിന് 2 തലമുണ്ട്. ഒന്ന്, നമ്മളുടെ സ്പിരിച്വൽ വിഷൻ ബ്ലർ ആയിട്ടുണ്ടോ എന്ന്. നമ്മുടെ കണ്ണിൽ ഒരു കോലുണ്ടോ? ഇന്ന് രാത്രി ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ ചോദിക്കുക, നമ്മുടെ കണ്ണിൽ ഒരു കോലുണ്ടോ? കർത്താവേ, ഞാൻ പരമാർത്ഥമായി പറയുന്നത്, എന്റെ കണ്ണിൽ ഒരു വലിയ കോലിരിപ്പുണ്ട്, അതുകൊണ്ടാ ഞാൻ ദർശനങ്ങൾ കാണുന്നില്ല പണ്ടത്തെ പോലെ. ദാനിയേൽ കണ്ടതുപോലെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. യെഹെസ്കേൽ കണ്ടതുപോലെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കർത്താവേ. യോഹന്നാൻ കണ്ടതുപോലെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നീ ദർശനമണ്ഡലം തുറക്കാഞ്ഞിട്ടല്ല, എന്റെ കണ്ണിൽ ഒരു വലിയ കോലിരിക്കുന്നത് കൊണ്ടാ. സഹോദരങ്ങളെ, സെൽഫ് എക്സാമിനേഷൻ, നമ്മുടെ വിഷൻ റലത്തിലേക്ക്, നമ്മളുടെ വിഷൻ കപ്പാസിറ്റിയെ നമ്മൾ പരിശോധിക്കുക. സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളക എന്നാണ് പറയുന്നത്. വീണ്ടും ഈ സ്വന്തം കണ്ണിലെ കോല് നമ്മളുടെ സ്പിരിച്വലത്തിൽ മാത്രമല്ല, നമ്മളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ കണ്ണിലെ കോലുകളെ, നമ്മളുടെ ഭൗമിക ജീവിതത്തിൽ നമ്മുടെ കണ്ണിലെ കോലുകളെ നാം നോക്കുന്നവരായിരിക്കണം. എന്റെ കണ്ണിൽ ഒരു കോലുണ്ടോ? ഞാൻ അവനെ നോക്കിയിട്ട് അവൻ അത്ര ശരിയല്ല. ഞാൻ അവനെ നോക്കിയിട്ട് അവൻ അത്ര ശരിയല്ലെന്ന് തോന്നുന്നത് അവൻ ശരിയല്ലാഞ്ഞിട്ടാണോ, അതോ എന്റെ കാഴ്ചപ്പാട് ശരിയല്ലാഞ്ഞിട്ടാണോ? സ്തോത്രം. ഞാൻ അവനെ നോക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്തത്, അത് അവന്റെ ഇതാണോ, അവന്റെ രീതിയാണോ കുഴപ്പം, എന്റെ നോട്ടമാണോ കുഴപ്പം? ഒരു പുതിയ വിശ്വാസി ആഭരണം ഇട്ടുകൊണ്ട് വരുന്നു, എനിക്ക് അവൻ ആഭരണം ഇടുന്നതാണോ എന്റെ പ്രശ്നം, അതോ അവന്റെ ആഭരണത്തെ വിമർശിക്കുന്ന എന്റെ കാഴ്ചപ്പാടാണോ പ്രശ്നം? എന്റെ കണ്ണിലെ കോലാണോ പ്രശ്നം, അവന്റെ കണ്ണിലെ കരടാണോ പ്രശ്നം? അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടിനകത്തൊരു കറക്ഷൻ ഉണ്ടാകണം. ഈ സെൽഫ് എക്സാമിനേഷൻ. ആമേൻ. നമ്മുടെ കാഴ്ചയാണ് ശരി എന്ന് പറഞ്ഞ് കാണുന്നവരെ എല്ലാം വിമർശിക്കുന്നതല്ല. അങ്ങനെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, നമ്മൾ ടെംപ്ടേഷനിലേക്ക് ടെംപ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ഒരു സെൽഫ് എക്സാമിനേഷൻ ഉണ്ടാകണം. നമ്മുടെ നടപ്പിനെ ആരായണം. 2, നമ്മളുടെ കാഴ്ചപ്പാടുകളെ ആരായണം. 3, സ്തോത്രം, ഞാൻ റിജോയ്സ് മിനിസ്ട്രിയിൽ ഈ ഭാഗങ്ങളൊന്നും വിശദീകരിക്കേണ്ടതല്ല, എങ്കിലും ഞാൻ ആ 4 പോയിന്റുകളെ പിൽക്കാലത്തായിരുന്നാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഒന്ന് പറഞ്ഞു പോകുന്നുവെന്ന് മാത്രം. അടുത്തതായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന വേദഭാഗങ്ങളിൽ ഒന്നാണ്, വായിച്ച് കേൾക്കുകയും ചെയ്യുന്ന വേദഭാഗങ്ങളിൽ ഒന്നാണ്. 1 കൊരിന്ത്യർ 11-ന്റെ 28 കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു,
മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അപ്പോൾ ഇവിടെയും പറയുകയാണ് സെൽഫ് എക്സാമിനേഷൻ, പ്രൂവ് യുവർ സെൽഫ്. നിന്നെ തന്നെ നീ പരിശോധിക്കുക എന്ന് പറയുകയാണ്. നിന്നെ തന്നെ നീ ഒന്ന് ആരായുക എന്ന് പറയുകയാണ്. സെൽഫ് എക്സാമിനേഷൻ, നമ്മളെ തന്നെ നമ്മളൊന്ന് പരീക്ഷിക്കുക, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. എന്താണ് ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ആർ യു വേർതി? ആർ യു വേർതി? ഓരോ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആർ യു വേർതി? നീ ഇതിന് യോഗ്യനാണോ? നീ ആരാധിപ്പാൻ യോഗ്യനാണോ? നീ റിജോയ്സ് റൂമിൽ കയറി പ്രസംഗിക്കാൻ, അവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് വചനം പറയാൻ നീ യോഗ്യനാണോ? നീ യോഗ്യനാണോ? സഹോദരങ്ങളെ, ഓരോ ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുമ്പും ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവെ അങ്ങയുടെ വചനം എടുപ്പാൻ, ദൈവവചനം ശുശ്രൂഷിക്കാൻ എന്നെക്കാട്ടിലും ശ്രേഷ്ഠരായിരിക്കുന്ന ദൈവമക്കളോട് ദൈവവചനം പറയുവാൻ ഞാൻ അയോഗ്യനാണെന്നുള്ള തിരിച്ചറിവിനകത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് തെറ്റുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞിട്ട് കയറുന്നുവെങ്കിൽ അത് ഒത്തിരി അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആകയാൽ നമ്മളെ തന്നെ പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ പരിശോധനയിലേക്ക് അകപ്പെടാതിരിക്കാൻ നമുക്ക് കാരണമായി തീരും. വീണ്ടും ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സെൽഫ് എക്സാമിനേഷന്റെ 4-ാമത്തെ ഭാഗത്തെ ഞാൻ പറയാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്റെ ഭാഷയിൽ ഞാൻ സിമ്പിളായിട്ട് പറയുന്നത് തന്നെ ഞാൻ പറയാം. അവനവന്റെ കയ്യിലിരിപ്പ് അവനവൻ ഒന്ന് പരിശോധിക്കണം. എന്റെ കയ്യിലിരിപ്പ്, അവനവന്റെ പ്രവൃത്തി പരിശോധിക്കണമെന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ഈ 4 ഭാഗങ്ങളെ തൊട്ടുപോയതിന്റെ കാരണം ഒരു സെൽഫ് എക്സാമിനേഷൻ നമ്മളിൽ നടക്കുമ്പോൾ സൈറ്റനിക് ടെംപ്ടേഷനുകളിൽ നിന്ന് നമ്മൾക്ക് മാറുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഭയങ്കര ജാഗ്രതയോടുകൂടെ പറയുന്നു, പരീക്ഷയിൽ എന്നെ അകപ്പെടുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാകുന്നു ഇതെന്ന്. അടുത്തതായി പരീക്ഷയിൽ അകപ്പെടുവാനുള്ള മറ്റൊരു കാരണത്തിലേക്ക് വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സുപരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്. 1-ാം ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം: ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇട വരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയായി തീരുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുന്നു. ഇവിടെ പരീക്ഷയിൽ കുടുങ്ങുന്നതിന്റെ ഒരു കാരണം ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്? ധനികന്മാരാകുക എന്ന് പറഞ്ഞാൽ ഒരു പ്രോസ്പെറിറ്റിയെ അല്ല അവിടെ പറയുന്നത്. പകരം അതിലൊരു ഭാഗത്തിലേക്ക് കടന്നു വരുവാൻ അതിന്റെ അർത്ഥം എന്താണെന്ന് പലപ്പോഴും ഇത് ഒത്തിരി മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഗോഡ് ഓഫ് പോവേർട്ടി, ദൈവം ദാരിദ്ര്യത്തിന്റെ ദൈവമാണ്. നീ നന്മ ആഗ്രഹിച്ചാൽ, നീ ഉയർച്ച ആഗ്രഹിച്ചാൽ നിനക്ക് പരീക്ഷ വരും. ഇത് ഒത്തിരി മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയല്ല. നിങ്ങൾ ധനികന്മാരാകുവാൻ ആഗ്രഹിച്ചാൽ പരീക്ഷയിൽ അകപ്പെടും എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിയുവാൻ നമ്മൾ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരണം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതിന്റെ ഒരു ഭാഗം 16-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 16-ാം അധ്യായം 4-ാം വാക്യം: അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. അവർ എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവരുടെ ദേശത്ത് മന്നയിടും. അവർ ഓരോ ദിവസവും അന്നന്നത്തേക്ക് വേണ്ടത് പെറുക്കിക്കൊള്ളണം. കാരണം ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഡെയിലി ഇവരെല്ലാവരും കൂടാരത്തിന് വെളിയിൽ നിന്ന് ഇറങ്ങണം. എല്ലാ ദിവസവും രാവിലെ ഇവര് കൂടാരത്തിന് വെളിയിൽ ഇറങ്ങണം. ഈ രാവിലെ ദൈവം ഇവർക്ക് മന്ന കൊടുക്കുമ്പോൾ ദൈവം ഇവരെ ഒരു ഡിസിപ്ലിൻ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ ഡിസിപ്ലിൻ എന്നറിയാമോ? മഞ്ഞ് പൊതഞ്ഞു കിടക്കുന്ന ഈ മഞ്ഞ് മാറുന്ന സമയമാകുമ്പോൾ ഇവരെല്ലാവരും പാളയത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങണം. അലാറം വെച്ച് അല്ലെങ്കിൽ സ്കൂളിൽ ഒരു ഹോസ്റ്റലിൽ ബെല്ലടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പോലെ ദൈവം ഇവരെ എന്ത് ചെയ്യുകയാണ്? പാളയത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരികയാണ്. വെളിയിൽ ഒരാൾ ഇത്ര അപ്പം എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ആവശ്യം പോലെ അബണ്ടൻസ് ആയിട്ട്. എനിക്കിപ്പോ 25 മന്ന തിന്നണമെങ്കിൽ എനിക്ക് 25 എണ്ണം എടുക്കാം. എനിക്ക് 10 എണ്ണം മതിയോ? 10 എണ്ണം എടുക്കാം. എനിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 25 എണ്ണം വെച്ച് വേണം. എനിക്ക് 75 എണ്ണം എടുക്കണോ? 75 എണ്ണം എടുക്കാം. അപ്പൊ ദൈവം അവിടെ അബണ്ടൻസിനോ പ്രോസ്പെറിറ്റിക്കോ എതിരല്ല. പക്ഷേ എനിക്കൊരു ദിവസം 10 മന്ന വെച്ച് വേണം.
ഞാൻ തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റിട്ട് പറയാം, ഓ ഇനി 6 ദിവസം കൂടെ പോയി പറക്കാൻ വയ്യാന്ന്, മെനക്കെട്ട ഇടപാട്, രാവിലെ ആർക്കാ എഴുന്നേക്കാൻ പറ്റുന്നേ എന്ന് പറഞ്ഞ് ഞാൻ പോയി 40 അപ്പം എടുത്തോണ്ട് വന്ന് എന്റെ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് പിന്നീട് 5 ദിവസം ഉറങ്ങാമെന്ന് ചിന്തിച്ചാൽ ദൈവത്തിന് അത് ഇഷ്ടമല്ല. അപ്പൊ അതാണ് പറയുന്നത്, നീ ധനികനാകുവാൻ ഇച്ഛിച്ചാൽ, സ്തോത്രം, പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോകുന്നവരൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, പോയി ഒരു 3 വർഷം ഗൾഫിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്ന് നാട്ടിൽ വന്ന് സുഖമായിട്ട് ജീവിക്കണമെന്ന്. സ്തോത്രം. ഇവിടെ നിന്ന് വിദേശത്തേക്ക് കയറിപ്പോ 2 or 3 വർഷം അവിടെ നിന്ന് അറബിയെ വെട്ടിക്കാവുന്നത് മൊത്തം വെട്ടിച്ച് കാർട്ടൺ കണക്കിന് സാധനം അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി എല്ലാം മുച്ചൂട് മുടിച്ച് നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു 5 മുറി കടയും പണിതിട്ട് ആള് നാട്ടിൽ വന്ന് സെറ്റിൽഡ് സുഖം. പിന്നെ ഇവിടെ പള്ളിക്കകത്ത് കയറി കമ്മിറ്റിക്കകത്ത് കൂടി വഴക്കുണ്ടാക്കി മല്ലുണ്ടാക്കി ഇങ്ങനെ നടക്കുന്ന എത്രയോ പേരെ നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. സ്തോത്രം. പക്ഷെ പഠിച്ച് വിദ്യാഭ്യാസത്തോടു കൂടിയൊക്കെ വിദേശത്ത് പോയവർ, പരമാർത്ഥികളായി നിൽക്കുന്നവർ, എത്ര പ്രായം കഴിഞ്ഞാലും അവരവിടെ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ ധനികനാകുവാൻ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ ഒറ്റ ദിവസത്തേക്ക് അയ്യോ എനിക്ക് 1 കോടി രൂപ കിട്ടിയായിരുന്നെങ്കിൽ ഒരു കാർ മേടിച്ച് വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. നോ, ദൈവം പറയുകയാണ്, നീ അങ്ങനെ കുറെ കാശ് കിട്ടി ജീവിതം സുഖമാക്കാം എന്ന് നീ ചിന്തിക്കരുത്. അത് നിന്നെ പരീക്ഷയിലേക്ക് കൊണ്ടുപോകും. നീ എല്ലായ്പ്പോഴും അധ്വാനശീലമുള്ളവനായിരിക്കണം. നീ ഡെയിലി 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 നീ എല്ലാ ദിവസവും നീ എത്ര മന്ന വേണേലും തിന്നോ, പക്ഷെ നീ രാവിലെ പോയി പറക്കണം. ഒരു ദിവസം പറക്കി ബാക്കി 5 ദിവസത്തേക്ക് വീട്ടിൽ ഇരിക്കാമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ നീ വീട്ടിൽ ഇരിക്കാൻ ആഗ്രഹിച്ചാൽ ക്രമിച്ച് നാറിപ്പോകും എന്ന് പറയുകയാണ്. ദൈവം ഒരിക്കലും ഒരു മടിയനെ ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യൻ എപ്പോഴും വർക്കഹോളിക് ആയിരിക്കണം, മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ ചാലുവായിക്കൊണ്ടിരിക്കണം, എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഓൾവേസ് ദൈവം ആക്റ്റീവ് ആയിരിക്കുന്നു. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ, സ്തോത്രം, ഈ ഉറങ്ങാൻ ഇഷ്ടമുള്ളവർക്ക്, ഉറക്കക്കുതിയന്മാര് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവർ ഏറ്റവും മിസ് ചെയ്യുന്നത് ഒന്ന് രാത്രി ആയിരുന്നെങ്കിൽ സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു രാത്രിയില്ല. സ്വർഗത്തിൽ ഒരു റെസ്റ്റ് എടുക്കാനുള്ള, ഒരു വിശ്രാമത്തിന്റെ, ഒന്ന് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങാനുള്ള ഒരു അവസരം സ്വർഗത്തിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിരിക്കുന്ന വിഷയം. അപ്പം ഈ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞത്, സ്തോത്രം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പോകുമ്പോൾ പൊക്കണവും സഞ്ചി എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകണ്ട, നിങ്ങൾ വിശ്വസിക്ക്, നിങ്ങൾക്കൊന്നിനും കുറവ് വരത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങളെ പൊക്കണവും സഞ്ചിയും കൂടാതെ ഞാൻ അയച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും കുറവുണ്ടായോ? അപ്പൊ കർത്താവ് പറയുകയാണ്, ഡു ദ ഫെയ്ത്ത് ലൈഫ്. നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കുക, വിശ്വാസ ജീവിതത്തിൽ കൂടെ നിങ്ങൾ സമ്പന്നരായിരിക്കുക, അല്ലാതെ ഒരു റിസർവ് വെച്ച് വീട്ടിൽ കയറി മടിയനായിട്ടിരിക്കരുത്. അപ്പം അവിടെ പറയുകയാണ്, ജീവിതത്തിൽ മടിയനായിട്ട് എന്തെങ്കിലും കുറച്ച് ഉണ്ടാക്കിയിട്ട് മടി പിടിച്ചിരിക്കാമെന്ന് ചിന്തിക്കരുത്. അത് നിങ്ങളെ പരീക്ഷയിലേക്ക് അകപ്പെടുത്തുമെന്നാണ് പറയുന്നത്. സ്തോത്രം. അതിനാൽ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ 1, നമ്മൾ പ്രാർത്ഥിക്കണം. 2, നമ്മൾ സൂക്ഷിക്കണം. സ്തോത്രം. 3, നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുന്നവരായിരിക്കണം. 4ാമത്തെ പ്രധാനമായ വിഷയത്തിലേക്ക് ഞാൻ പറയാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഇവിടെ പറയുകയാണ്, ഭൂതലത്തിലെങ്ങും ഒരു പരീക്ഷാകാലം ഉണ്ടാകും. പക്ഷെ ഭൂതലത്തിലെങ്ങും ഉണ്ടാകുന്ന ആ പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ സൂക്ഷിക്കും, ഞാൻ നിന്നെ ആ പരീക്ഷയിൽ അകപ്പെടുത്തത്തില്ല, ഞാൻ നിന്നെ സംരക്ഷിക്കും. എന്താണ് ആ സംരക്ഷണത്തിന്റെ കാരണം? ആ സംരക്ഷണത്തിന്റെ റീസൺ എന്താണ് അവിടെ പറയുന്നതെന്ന് കണ്ടോ? എന്റെ വചനത്തെ നീ കാത്തു, എന്റെ വചനത്തെ നീ കാത്തു. കീപ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ, എന്നിട്ട് അവിടെ പറയുകയാണ്, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനത്തെ നീ കാത്തത് കൊണ്ട്. ദൈവത്തിന്റെ വചനത്തെ കാക്കുക എന്ന് പറയുമ്പോൾ, സ്തോത്രം, 1, ദൈവത്തിന്റെ കൽപ്പനകളുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. സ്തോത്രം. ദൈവം നമ്മളുടെ ക്യാരക്ടർ ഫോർമേഷനായി നൽകുന്ന ഉപദേശങ്ങൾ, എക്സോർട്ടേഷൻസ് ഉണ്ട്. കർശനമായി പറയുന്ന കമാൻഡ്മെന്റ്സ് ഉണ്ട്. അടുത്തതായി ദൈവം നമുക്ക് നൽകുന്ന പ്രോമിസസ് ഉണ്ട്. 3, കുഞ്ഞെ നീ ഇങ്ങനെയൊക്കെ നടന്ന കൊള്ളാം കേട്ടോ എന്ന് പറയുന്നതായി ബുദ്ധി ഉപദേശങ്ങളുണ്ട്. കീപ് ദ വേർഡ് ഓഫ് ഗാഡ്. എത്രത്തോളം ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാമോ അത്രത്തോളം നമുക്ക് പരീക്ഷകളിൽ നിന്ന് അകന്നു നിൽക്കാം. ഇന്ന് രാത്രി ഈ വേളയിൽ ഞാൻ ദൈവവചന ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ദൈവമക്കളോട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നിരന്തരമായ പ്രാർത്ഥനയിൽ നമുക്ക് സൂക്ഷിക്കപ്പെടാം.
നമുക്ക് സസൂക്ഷ്മം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മളെ തന്നെ നമുക്ക് ആരായാം. നമ്മൾ ദൈവവചനത്തെ മുറുകെ പിടിക്കാം. കുടുംബത്തിലും സഭയിലും ഐക്യതയെ സൂക്ഷിക്കാം. പ്രാർത്ഥനാപൂർവ്വം മുമ്പോട്ട് ജീവിക്കാം. പരീക്ഷകളിൽ നാം അകപ്പെടരുത്. പരീക്ഷകളിൽ അകപ്പെടരുത്. പിശാച് ഏതൊക്കെ ആലോചനകൾ നമുക്കെതിരെ നെയ്യുന്നുവെങ്കിലും ആ ആലോചനകളെ ദൈവം അബദ്ധമാക്കട്ടെ. ഏതൊക്കെ പദ്ധതികൾ അവൻ നമുക്കെതിരെ ഉരുവാക്കുന്നെങ്കിലും ആ പദ്ധതികളെല്ലാം ദൈവം ക്യാൻസൽ ചെയ്യട്ടെ. നമ്മുടെ മുമ്പേ വെച്ചിരിക്കുന്ന സകല പരീക്ഷകളെയും ദൈവം നിർവീര്യമാക്കട്ടെ. കർത്താവെ, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും ദൈവസന്നിധാനം അടുത്തു വന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കെതിരെ, അങ്ങയുടെ സഭയ്ക്കെതിരെ, അങ്ങയുടെ അഭിഷക്തനെതിരെ, അങ്ങയുടെ കർത്താവെ മക്കൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ ഏതൊക്കെ പരീക്ഷകൾ പിശാച് ഒരുക്കി വെക്കുന്നുണ്ടെങ്കിലും അത് രോഗത്തിൻ്റെതാകട്ടെ, കഷ്ടതയുടേതാകട്ടെ, തടവിൻ്റെതാകട്ടെ, നിന്നയുടേതാകട്ടെ, വെറുപ്പിൻ്റെതാകട്ടെ, കർത്താവെ ഏത് സംഗതിയായിരുന്നാലും പിശാചിന്റെ ഒരു പരീക്ഷയും അവരുടെ സാമ്പത്തിക മേഖലയിലോ ഉപജീവന മേഖലകളിലോ ആത്മീക മേഖലകളിലോ ശാരീരിക മേഖലകളിലോ കുടുംബ ജീവിതത്തിലോ എവിടെയും തൊടാതെ വേണം. കുഞ്ഞാടിന്റെ രക്തത്തിൽ അവരെ മറച്ച് മൂടി കൃപയ്ക്കകത്ത് ഇവരെ പരിപാലിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് കെഞ്ചി പ്രാർത്ഥിക്കുന്നു. ദൈവകരത്തിൽ അവർ സുരക്ഷിതരായിരിക്കട്ടെ, അനുഗ്രഹീതരായിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് എന്നെയും ദൈവസഭയും തിരുക്കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. യാഗപീഠത്തിങ്കിലെ ബലിമൃഗം പോലെ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അപ്പായുടെ പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. എല്ലാറ്റിലും ഉപരി അങ്ങയുടെ പ്രത്യക്ഷതയ്ക്കും രാജ്യത്തിനുമായി ഞങ്ങളെ ഒരുക്കണമേ. വേഗം വരണമേ. ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. അമേൻ, അമേൻ, അമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. നിങ്ങളിലും ഫാമിലിക്കും, റിജോയ്സ് ഫാമിലിക്കും സ്നേഹവും ആദരവും അറിയിക്കുന്ന ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.